നമസ്കാരം. നമ്മൾ MDC സയൻസിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. കേരള സമൂഹം ശാസ്ത്രജ്ഞാന പാരമ്പര്യം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മാത്രമാണ് കേട്ടോ അതിൽ പറയുന്നത്. അതിൽ ഇപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒറ്റ വാക്കിലാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം ഇങ്ങനെ 2 മാർക്കിൻ്റെ ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. സംഗമ മാധവൻ്റെ ജീവിതകാലം എന്നായിരുന്നു. നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ ജ്യേഷ്ഠദേവൻ്റെ ഗണിതശാസ്ത്ര കൃതിയേത്? കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള കേരളീയമല്ലാത്ത ഗണിതകൃതി ലീലാവതി, നമ്മളിത് പറഞ്ഞതായിരുന്നല്ലോ. അതുപോലെ തന്നെ തൃക്കണ്ടിയൂർ അച്യുതപ്പിഷാരുടെ വിഖ്യാത കൃതിയേത്? കരണപദ്ധതി ആരുടെ കൃതിയാണ്? നമ്മൾ സോമയാജിനെയൊക്കെ പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് എന്താ പറയുക 2 മാർക്കിനുണ്ടാവുക, സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവുക. അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുകുലങ്ങൾ ഏതെല്ലാമായിരുന്നു? കളരി അതിന് കേരളത്തിലുണ്ടായ സാമൂഹ്യ ജീവിതത്തിലുണ്ടായിരുന്ന സവിശേഷ സ്ഥാനം എന്ത്? മാധവ ഗ്രിഗറി ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സെൻറ്റൻസ് ക്വസ്റ്റ്യനായിട്ട് ഇതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പാരഗ്രാഫ് അല്ലേ പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് കടബയാതി സമ്പ്രദായം എന്താണ്? അതുപോലെ തന്നെ ഗണിത ജ്യോതിശാസ്ത്ര വിഷയങ്ങളിലുള്ള കേരളത്തിൻ്റെ സംഭാവനകൾ, അതുപോലെ കേരളീയരുടെ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലെ ശാലകൾ നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെ ശാലകളാണ് ഉള്ളത്, ഗുരുകുലം, അതുപോലെ തന്നെ കുടിപ്പള്ളിക്കൂടം, കളരി ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊരു കുറിപ്പ് അതായിരിക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുക. ഒരു പുറത്തിൽ കവിയാതെ എന്നായിരിക്കും. അപ്പോൾ ഒരു പുറത്തിൽ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ മൊത്തത്തിൽ എഴുതുക. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സീലിംഗ് ആണ്, 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പോൾ രണ്ടാമത് വായിച്ച ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.